കൊള്ളാം. മിനി ഗോദ കണ്ട ഒരു കൊള്ളാം. നല്ലതായിരുന്നു. ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻസ് കൂടിയാണ് വന്ന, അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തു. നല്ല കഥയായിരുന്നു. ഞാൻ ആക്ച്വലി ഇംപ്രസ്ഡ് ആണ്. നല്ലതായിരുന്നു. നല്ല പടം. ഒരു സാധാരണ ഒരു പടം, സാധാരണ ഒരു മലയാള സിനിമയിൽ ഒരു സാധാരണ ഒരു സ്പോർട്സ് പടം. എടുത്തു പറയാൻ ആന്റണിയുടെ പഞ്ച് എപ്പോഴും പഞ്ച് തന്നെയാണ്. നല്ലൊരു അഭിനയവും കുഴപ്പമില്ല, നല്ല പടം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സിനിമയാണ്. ബോക്സിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൽ ഫാമിലി കണക്റ്റഡ് ആവുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഒപ്പണന്റായിട്ട് നിൽക്കുന്ന മോയിസ്മായിൽ എന്ന് പറയുന്ന വലിയൊരു ആക്ടറാണ്. അപ്പോൾ അത്രയും ഒരു ഹോളിവുഡ് ആക്ടർക്കൊപ്പം ആ റിങ് പങ്കിടുമ്പോൾ നമ്മുടെ സിനിമയ്ക്ക് ചില കുഴപ്പങ്ങൾ ഉണ്ടാവും നമുക്ക് തോന്നും. പക്ഷെ ഒരിക്കലും ഇല്ല, സിനിമ ഏറ്റവും ബെസ്റ്റായിട്ട് ചെറിയ സംഭവത്തിൽ യാദൃശ്യമായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് വന്ന് വികസിച്ച് ഒരു വല്ലാത്തൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഇത് കൊണ്ടുപോകുന്ന ഒരു പോലെ എനിക്ക് തോന്നി. അങ്ങനെയൊന്നുമില്ല. ഒരു ഫാമിലിക്ക് ഉൾപ്പെടെ വന്ന് കാണാൻ പറ്റിയ അടിപൊളി പടമാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. റോൾസ് ആയാലും കാസ്റ്റിംഗ് ആയാലും ഒക്കെ അടിപൊളി, സൂപ്പർ. അത് കരിയർ ബെസ്റ്റ് ആയിരിക്കും പുള്ളിയുടെ. നല്ല ഐഡിയ. അത് നല്ല നല്ല ക്യാമറ വർക്കൊക്കെ അസാധ്യ വർക്കായിട്ട് എനിക്ക് തോന്നിയത്. ഇത്തരം പടങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാവുന്ന ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഊഹിക്കാം. എങ്കിലും ഇത് ഇങ്ങനെ പറഞ്ഞാൽ ഒരു ത്രില്ലിങ്ങനെ എങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് ആളുകളെ ത്രില്ലാക്കും കേട്ടോ. ഗംഭീരം. ഓഫ് കോഴ്സ്. കാരണം മൂവി തുടക്കം തൊട്ട് നമുക്ക് ലാസ്റ്റ് വരെ വേറെ ബോറിംഗ് ലാഗിങ് അങ്ങനെ ഒന്നുമില്ല. എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, പിന്നെ കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും. പ്രത്യേകിച്ച് ഓരോരുത്തരെ എടുത്ത് പറയേണ്ടി വരും ക്യാരക്ടേഴ്സ് ഒക്കെ. ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ കൂടുതലും ഈ അടിപ്പടങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. പിന്നെ കൂടുതൽ പ്രൊഫഷണൽ ബോക്സിംഗ് ഒക്കെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് അതിലെന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാവും. നമുക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. കാരണം അത്ര ക്ലീൻ ആയിട്ട് തന്നെ സാധാരണക്കാർക്ക് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയായിട്ട് ചെയ്തിട്ടുണ്ട്. വെറും അടിപൊളി. നന്നായിരുന്നു കേട്ടോ. നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. തൂക്കിയെന്ന് തോന്നുന്നു. കാരണം അടിപൊളി സിനിമയാണ്. നമ്മുടെ പെപ്പയുടെ ഒരു ഒൺമാൻ ഷോ. ഒരു അടിപ്പടം മാത്രമല്ല, ഫാമിലി, റിവഞ്ച്, മാസ് എല്ലാം അടങ്ങിയ ഒരു പടമാണ്. പിന്നെ എടുത്തു പറയാൻ വിജയരാഘവൻ ചേട്ടൻ്റെ പെർഫോമൻസ്, അതുപോലെ നമ്മുടെ വില്ലൻ്റെ പെർഫോമൻസ് എല്ലാം സൂപ്പറായിരുന്നു. എല്ലാവർക്കും ഫാമിലിയായിട്ട് മൊത്തത്തിൽ വന്ന് കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയാണ്. RDX കൊള്ളാം, നല്ല സിനിമ. ഇത് സ്പോർട്സ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഒരു വേൾഡ് ചാമ്പ്യനുമായിട്ടുള്ള ഒരു ഫൈറ്റാണ്. സൂപ്പറായിരുന്നു, അടിപൊളി സിനിമയാണ്. ടെക്നിക്കലാണെങ്കിലും അഭിനയാണ് ഭയങ്കര രസം. ടെക്നിക്കലൊക്കെ എല്ലാം മിക്ക സിനിമയിൽ പോകുന്ന ചോമ്പ് ഓറഞ്ച് ആ ടോൺ ഭയങ്കര രസം. നോട്ട്സ് എനിക്കൊന്നും ക്രോസ് ഷോട്ട്സ് ആണ്, മീഡിയം ഷോട്ട്സ് അല്ല. അതുകൊണ്ട് എടുത്തു കാണിക്കും. പിന്നെ നമ്മൾ തല്ലുമലയിലെ കുറെ ഭയങ്കര സൂപ്പർ സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പുള്ളിയുടെ മറ്റേ കിൻഡിലിടി കാര്യങ്ങളൊക്കെ ഇതുള്ളതുകൊണ്ട് അതൊക്കെ ചുമ്മാ പിടിച്ചെടുത്തു. അതായത് ഫാമിലി പഴയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു വിജയരാഘവൻ റോള് അങ്ങനെ ആൾക്കാർ സംഭവം നല്ല രസമുണ്ട്. എങ്ങനെ നോക്കിയാലും ഇവര് വില്ലൻ്റെ ഒക്കെ വില്ലൻ ശരിക്കും ഈ പുള്ളി ആകെ 6-8 മാസം ട്രെയിനിങ് ഉള്ളൂ എപ്പോഴേക്കും. പക്ഷെ മറ്റു പുള്ളി നല്ല ട്രെയിൻ കാണാം, നമുക്ക് കാണുന്നതിന് മനസ്സിലാവും. പക്ഷെ പിടിച്ച ആ ഒരു സംഭവം അതിൻ്റെ അവസാനത്തെ ട്രെയിലുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും പ്രതീക്ഷിക്കുന്ന ട്രെയിലുണ്ടല്ല, പക്ഷെ ഒരു മാറി നിന്ന് ആ ഒരു സംഭവം കൊള്ളാം.